വാവ്, എന്താലേ ഇതാണ് മോനെ വിഷ്വൽ ബ്യൂട്ടി. സീ ലെവലിൽ നിന്ന് 3560 അടി ഉയരത്തിലേക്കാണ് ഈ കയറി പോകുന്നത് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ എങ്ങനെ ഇപ്പോൾ ഇത് കയറുക എന്ന് ആരും വിചാരിക്കേണ്ട, കുട്ടികൾക്ക് വരെ സുഖമായിട്ട് കയറി പോവാം. ഇത്രയും വലിയ ഒരു ഉരുണ്ട പാറ മലമുകളിൽ താഴോട്ട് പോവാതെ അവിടെ നിൽക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് കേട്ടോ. ഇതാണ് തങ്ങൾ പാറ. ഇത് വലുതായിക്കൊണ്ടിരിക്കുന്ന പാറ എന്നുള്ളതാണ് വിശ്വാസം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ തങ്ങൾ പാറയിൽ നിന്നാണ്. വാഗമണിൽ നിന്ന് 7 കിലോമീറ്ററാണ് തങ്ങൾപ്പാറയിലേക്കുള്ളത്. ഷെയ്ഖ് ഫരീദുദ്ദീൻ അവറുകളുടെ മക്ബർ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ തങ്ങൾപ്പാറ. ഒരുപാട് കെട്ടുകഥകളും കഥകളും സത്യങ്ങളും ഒക്കെ ഈ ഒരു തങ്ങൾപ്പാറയെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. യൂട്യൂബ്, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ വന്നിട്ടുള്ള തങ്ങൾപ്പാറയെക്കുറിച്ചുള്ള വീഡിയോക്ക് താഴെയുള്ള കമൻറ്റുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. വളരെ രൂക്ഷമായിട്ട് ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ, വിമർശിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥമായി ഇതിനെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്. വിമർശിക്കുന്നവരായാലും അനുകൂലിക്കുന്നവരായാലും, ഇനി അതല്ല ഈ ഒരു തങ്ങൾപ്പാറയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ ആദ്യമായി കേൾക്കുന്നവരാണെങ്കിലും അവരോടൊക്കെ എനിക്ക് പറയാനുള്ള, ഞാൻ കണ്ട ചില അത്ഭുതങ്ങളും സത്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സകലം ചാനലിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അതൊന്നും ഓർമ്മപ്പെടുത്തുകയാണ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് അങ്ങോട്ടുള്ള എൻട്രി ഫീസ് ഒന്നുമില്ല. നല്ല പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങിന് ഫീസ് ഉണ്ട് കേട്ടോ. പാർക്കിങ്ങിൽ ഒരു കിണർ കണ്ടു ഞാൻ. ആ കിണർ വീഡിയോ എടുക്കാനുള്ളൊരു കാരണം, അതിൽ ഒരുപാട് ചില്ലറ പൈസ ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ അടിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മൾ ഒരുപാട് ദൂരത്തുനിന്ന് നോക്കുമ്പോൾ വളരെ നേരോ ആണ് ആ പാറ മുകളിലേക്കുള്ള വഴി. പക്ഷേ നമ്മൾ അവിടെ എത്തുമ്പോഴാണ് ഇത്രയും നല്ല വീതിയുള്ള വഴികളാണ്. അപ്പോൾ നമുക്ക് ആർക്കും വളരെ സുഖമായിട്ട് കയറി പോകാൻ പറ്റും. മേലോട്ട് നടന്ന് കയറാനുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള വഴി അവരിതുപോലെ മഞ്ഞ മാർക്കിങ്, ആരോ മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ആ പാറയിലെ ഏറ്റവും ഗ്രിപ്പുള്ള സേഫ് ആയിട്ടുള്ള ഏരിയകൾ. കയറി വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചെറിയൊരു ലാൻഡിങ് കിട്ടും. ആ ലാൻഡിങ് നിന്നുള്ള സുന്ദരമായ കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ആ മേലൊരു പാറ കണ്ടോ, ആ പാറയിൽ ചെറിയ ചെറിയ പൊട്ടുകൾ കാണുന്നുണ്ട്. അതൊക്കെ ഓരോ മനുഷ്യന്മാരാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് എത്തിയതാണ്. നമുക്കും ഇനി അങ്ങോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ആ ഫസ്റ്റ് ലാൻഡിങ്ങിലാണുള്ളത്. ആ ലാൻഡിങ്ങിൽ നിന്ന് മേലോട്ടും താഴോട്ടുമുള്ള കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. തങ്ങൾപ്പാറയിലേക്കുള്ള അടുത്ത പാറ ഞങ്ങൾ കയറി തുടങ്ങുകയാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ആർക്കും വളരെ ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുന്ന ഒരു മലയാണ് ഇത് എന്നുള്ളത്. പക്ഷേ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കണം. വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ കൈവിട്ട് പോവരുത്. ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവം, പ്രകൃതിയുടെ മനോഹാരിത, ഇതൊക്കെ നമുക്ക് വേണ്ടുവോളം കാണാനും അറിയാനും ആസ്വദിക്കാനും പറ്റുന്ന അത്രയും നല്ല മനോഹരമായ കാഴ്ചകളാണ് തങ്ങൾപ്പാറയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് ഫാമിലി താഴോട്ട് ഇറങ്ങുന്നതും മേലോട്ട് കയറുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും കയറി തുടങ്ങുമ്പോൾ ഒരു കുപ്പി വെള്ളം കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ഞങ്ങളിതാ കുട്ടികളെയും കൊണ്ട് മേലോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കയറ്റങ്ങളാണെങ്കിലും ചെറിയൊരു കിതപ്പൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കൊരു ചടപ്പ് വരുന്നില്ല, അല്ലെങ്കിൽ മതി എന്ന് തോന്നുന്നില്ല. അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വഴികളുടെ ഒരു അവസ്ഥ. 360 ഡിഗ്രി കാഴ്ചയാണ്. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും അതിമനോഹരമായ കാഴ്ചകളാണ് ഈ തങ്ങൾപ്പാറ ഇപ്പോൾ നമ്മൾ എത്തിയ ഹൈറ്റിൽ നിന്ന് മുതൽ ഉള്ളത്. ഇനിയും നമുക്ക് മേലോട്ട് കയറാനുണ്ട് കേട്ടോ. അങ്ങനെ തങ്ങൾപ്പാറ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ് സംഭവം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ക്ലൈമറ്റ് തണുപ്പുള്ളതുകൊണ്ടുള്ളൊരു ആശ്വാസമുണ്ട്. ഇനി അങ്ങോട്ട് കുറച്ചുകൂടി കുത്തനെയുള്ള പാറയാണ്. ഫാമിലിയെ നമ്മൾ ഇനി ഇവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ 2 പേര് മാത്രമാണ് മേലോട്ട് പോകുന്നത്. അതിന് 2 കാരണമാണ്. ഒന്ന്, സമയം 5 മണിയാവുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ എല്ലാവരെയും കൂടി പോയി വരിക എന്നുള്ളത് ചിലപ്പോൾ പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ 2 പേര് മാത്രം പോകാൻ തീരുമാനിച്ച് ഫാമിലിയെ അവിടെ ഇരുത്തി. മാത്രമല്ല നല്ല കുത്തനെയുള്ള പാറയാണിത്. അപ്പോൾ കയറാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഇറങ്ങാൻ ചിലപ്പോൾ സ്ലിപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് ഇനി അങ്ങോട്ടുള്ള വഴികൾ. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഫാമിലി അവിടെ ഇരുത്തിയിട്ട് നമ്മൾ നടന്നു പോവുകയാണ്. അവർക്ക് പോരാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു സമയത്തിൻ്റെ ഒരു പ്രശ്നം നമ്മളെ വല്ലാണ്ട് അലട്ടിയത് കൊണ്ട് നമ്മൾ അവരവിടെ ഇരുത്തിയിട്ട് കയറുകയാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് മേലോട്ട് കയറാനുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇവിടെ ഇരുന്നിട്ടുള്ള കാഴ്ച പോലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. എന്ത് മനോഹരമാണ്.
ആ ഒരു അതിമനോഹരമായ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മളെ ഇർഫാൻ ഓടിക്കയറി വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്ത് മനോഹരം അല്ലേ? അതിമനോഹരം, അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വൈബാണ്, ഇറങ്ങി പോരാൻ തോന്നില്ല. അവിടെ അങ്ങനെ ഇരിക്കും, നല്ല കാറ്റും ക്ലൈമറ്റും നല്ല ക്ലൈമറ്റും. ചില സമയങ്ങളിൽ നന്നായിട്ട് മഞ്ഞ് മൂടും. നമുക്ക് ആ മഞ്ഞ് മൂടുന്ന ആ ഒരു മിസ്റ്റി കണ്ടീഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ ഇനി ഈ ഒരു പാറയും കൂടിയാണ് കയറാനുള്ളത്. ഇതിൻ്റെ അപ്പുറത്താണ് തങ്ങൾ പാറ. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇനി ആ ഒരു സൈഡിലൂടെ പോയിട്ട് ആ മല കൂടി, ആ ഒരു പാറ കൂടി നമുക്ക് കയറാനുണ്ട്. ഇവിടുത്തെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇനി നമ്മൾ തങ്ങൾപ്പാറ കാണുന്നതിന് വേണ്ടി ഒരു അല്പം താഴോട്ട് ഇറങ്ങുകയാണ് ചെയ്യാനുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഇല്ല. എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാലും അടിപൊളി കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഒരു പോയിൻറ്റിൻ്റെ ആവശ്യമില്ല. 360 ഡിഗ്രിയിൽ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തങ്ങൾപ്പാറ. ഇനി ഒരു അല്പം മുന്നോട്ട് താഴോട്ട് ഇറങ്ങി പോകണം. നമ്മൾ തിരിച്ചിറങ്ങല്ല, മുന്നോട്ട് തന്നെ താഴോട്ട് ഇറങ്ങി പോകുമ്പോഴാണ് ഈ ഒരു തങ്ങൾപ്പാറ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ തങ്ങൾപ്പാറയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലിയ ഉരുണ്ട പാറയാണ് തങ്ങൾപ്പാറ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ബോർഡ് കാണാം, പാദരക്ഷകൾ ഊരി വെക്കുക എന്നുള്ളത്. ആളുകളൊക്കെ ഇവിടെ ചെരുപ്പ് അയച്ചു വെച്ചിട്ടാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. നമ്മളും അതുപോലെ തന്നെ ഷൂ ഒക്കെ ഊരി അങ്ങോട്ട് പോവുകയാണ്. അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ബന്ധങ്ങൾ, കെട്ടുബന്ധങ്ങൾ, സൗഹൃദ വലയങ്ങൾ മുഴുവൻ ആളുകളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ മുഴുവൻ നബിയ, മുർസല, മലായികത്ത്, ഔലിയാക്കള്, ശുഹദാക്കള്, സ്വാലിഹീങ്ങള് എല്ലാ ഖൈറിന്റെ അഖിലുകാരിലേക്കും എത്തിക്കണം അല്ലാഹ്. ഷെയ്ഖ് ഫരീദുദ്ദീൻ തങ്ങൾ ധ്യാനത്തിന് ഉപയോഗിച്ച കല്ലാണെന്നും പിന്നീട് അത് വളർന്ന് വലിയ പാറയാവുകയും ഇപ്പോഴും അത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുള്ളത്. ഇതിൽ എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും, വലിയൊരു ഉരുണ്ട പാറ ഒരു മലമുകളിൽ, അതും ഒരു ചരിഞ്ഞ സ്ഥലത്ത് താഴോട്ട് വീഴാതെ അങ്ങനെ നിൽക്കുകയാണ് അല്ലേ? വീഡിയോയിൽ അത് നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നേരിട്ട് കാണുമ്പോൾ നമ്മളെക്കാൾ വലിയൊരു പാറ ഇങ്ങനെ വീഴാനായി നിൽക്കുമ്പോൾ പേടി തന്നെയാണ് കാണുമ്പോൾ. ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് കേട്ടോ, കുടിവെള്ള സംവിധാനം. ഇത് തങ്ങൾ ഉളു എടുക്കാൻ വേണ്ടി ഉപയോഗിച്ച സ്ഥലമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടുന്ന് ഇപ്പോൾ ആളുകൾ അവിടെ കണ്ടോ, ഒരു പാത്രം കണ്ടോ, ആ പാത്രം ഉപയോഗിച്ച് അതിന് വെള്ളം മുക്കിയിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അതുപോലെ ഉളു എടുക്കുന്നവരുണ്ട്, മുഖം കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വാഗമൺ വന്നു കഴിഞ്ഞാൽ ആളുകളോട് ചോദിക്കുമ്പോൾ പറയും തങ്ങൾപ്പാറ ഒരുപാട് ഉയരത്തിലാണെന്ന്. അങ്ങനെ കേട്ടിട്ട് അയ്യോ അത് ഒരുപാട് കയറാനുണ്ട് എന്നും പറഞ്ഞ് കാണാതെ പോകരുത്. കാരണം വളരെ ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന ഒരു പാറയാണ്, മലയാണ് തങ്ങൾപ്പാറ. മാത്രവുമല്ല അവിടെ കയറി കഴിഞ്ഞാൽ അസാധ്യമായ കാഴ്ചകളാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടല്ലോ, അത് നേരിട്ട് കാണുമ്പോൾ അതിനേക്കാൾ നല്ല രസമുള്ള കാഴ്ചകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകൾ, ഇനി തേക്കടി വരുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ തങ്ങൾപ്പാറ ഒന്ന് കയറിയിട്ട് ഈ കാഴ്ചകളൊന്ന് കാണണം. നമുക്ക് മഞ്ഞ് മൂടിയ കാഴ്ച നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. വൈകുന്നേരങ്ങളിൽ ചില ദിവസങ്ങളിൽ മഞ്ഞുണ്ടാവാറുണ്ട്, എന്നാലും തണുപ്പുണ്ട്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്കുകൾ നൽകണം. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബ് ചാനലിലാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ നമ്മളുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.